ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഒരു ദിവസം ഞാൻ അറിയാതെ അവൾ ജോലിക്ക് പോയി തുടങ്ങി. എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞാ ഞാനത് അറിഞ്ഞത്. അത് ഞാൻ ലതയോട് ചോദിച്ചപ്പോ അവളുടെ ബുദ്ധിമുട്ടുകൾ എന്നോട് പറയേണ്ടി വന്നു. ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടും ലത അതിന് സമ്മതിച്ചില്ല. അങ്ങനെ കുറെ കാലം അവള് ജോലിക്ക് പോയി. അന്നേ അച്ഛന് അമ്മായി ഇവിടെ കൊണ്ട് നിർത്തായിരുന്നില്ലേ? ഇവിടെ വന്ന ഹേമ അവൾക്ക് സമാധാനം കൊടുക്കുവോ? ഹേമയുടെ പ്രവൃത്തി എനിക്ക് വിഷമാവണമെന്ന് കരുതിയാവും അവൾ ഇവിടെ വന്ന് നിൽക്കാതിരുന്നത്. ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ അമ്മ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നേനെ. അതെ, ഞാനിത് പലതവണ ആലോചിച്ചിരുന്നു. അവളുടെ വിധി അതായിരിക്കും. ആകാശമനെ, അവിടെ പായസം പ്രശ്നം തുടങ്ങാറായി. ചാരുമണി വിളിക്കുന്നു. അച്ഛാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ അച്ഛാ, അച്ഛൻ നോക്കിക്കോ, ഇതില് കാക്കോത്തി തന്നെ ജയിക്കും, എനിക്കുറപ്പാ. ഓഹ്, എന്തമ്മേ? എടാ, നിനക്ക് ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും മനസ്സിലായോ? ഓണാഘോഷവും അതിന്റെ ഒരുക്കങ്ങളൊക്കെ അല്ലേ, നമ്മൾ പൊളിക്കും. എന്റെ ദൈവമേ, ഇങ്ങനൊരു മണ്ടൻ. എടാ, എല്ലാവരെയും വിളിച്ചു വരുത്തി ഓണാഘോഷവും മത്സരങ്ങളും ഒക്കെ വെച്ച് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് പ്രഖ്യാപിക്കണമെങ്കിലേ ഇതിൽ നിന്റെ അച്ഛന്റെ ബുദ്ധി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാങ്ങനെ എന്തിരിക്കുന്നു? എടാ, അങ്ങേര് കാശിറക്കാൻ തീരുമാനിച്ചതേ അവക്ക് വേണ്ടിട്ടാ, ആ ചാരുവിന് വേണ്ടിട്ട്. അച്ഛനല്ലെങ്കിലും അങ്ങനെയല്ലേ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അല്ലമ്മേ, അതൊക്കെ പോട്ടെ. എന്താ രേഖ ചേച്ചി നമ്മുടെ ഫ്രണ്ടാന്നുള്ളത് സത്യമാണോ? പിന്നെ സത്യമല്ലാതെ? ഡാ, ഞാൻ ചുമ്മാതെ വിളിച്ച രേഖ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവള് പറഞ്ഞത് നീയും കൂടെ കേട്ടല്ലേ? അല്ല മാം, എന്താ ഇപ്പോ അമ്മയുടെ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശവും ഇല്ല.